Good morning, students. അടുത്ത question ഇതാണ്. Consider random process x of t is equal to a cos omega t plus b sin omega t, where a and b are independent random variable with the zero mean and equal variance. Show that x of t is WSS, wide stationary process. Wide stationary process. അപ്പോൾ ഇത് നമുക്ക് തെളിയിക്കണമെങ്കിൽ x of t wide stationary process ആണ് തെളിയിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് തെളിയിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? Expectation of x of t constant ആണ് തെളിയിക്കുന്നത്. രണ്ടാമത്തെ കേസ് എന്താണ്? ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കണ്ടെയ്നിങ് ടൈം ഡിഫറൻസ് t2 - t1 or t1 - t2. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇവിടെ നമുക്ക് എയും ബിയും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ ആണ്. ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ വിത്ത് സീറോ മീൻ. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എ is equal to 0, expectation of b is equal to 0, ഈക്വൽ വേരിയൻസ്. ആൻഡ് അതുപോലെ തന്നെ വേരിയൻസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ സ്ക്വയർ. വേരിയൻസ് ഓഫ് ബി എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. ഇനി എയും ബിയും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണ്. വേരിയൻസ് ഓഫ് എ സിഗ്മ സ്ക്വയറും വേരിയൻസ് ഓഫ് ബി സിഗ്മ സ്ക്വയറും ആണെങ്കിൽ വേരിയൻസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എ ദ ഹോൾ സ്ക്വയർ ആണ്. വേരിയൻസ് ഓഫ് എ നമുക്കറിയാം, സിഗ്മ സ്ക്വയർ എന്നറിയാം. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ക്വയർ ഇവിടെ നമുക്ക് 0. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ക്വയർ എത്ര കിട്ടും? എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ. സിമിലർലി എക്സ്പെക്ടേഷൻ ഓഫ് ബി സ്ക്വയർ എത്രയായിരിക്കും? എക്സ്പെക്ടേഷൻ ബി സ്ക്വയറും സിഗ്മ സ്ക്വയർ. പിന്നെ എയും ബിയും എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ ആവുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എ ബി എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ബി. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നോക്കാം. ഇവിടെ എയും ബിയും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ ആവുന്നതുകൊണ്ട് എക്സ്പെക്ടേഷൻ എ ബി എക്സ്പെക്ടേഷൻ എ എക്സ്പെക്ടേഷൻ ബി എന്ന് എഴുതാം. എക്സ്പെക്ടേഷൻ എ 0 ആണ്. മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ എ ആണ് 0, എക്സ്പെക്ടേഷൻ ബിയും 0 ആണ്. വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. വേരിയൻസ് ഓഫ് ബി സിഗ്മ സ്ക്വയർ ആണ്. വേരിയൻസും എക്സ്പെക്ടേഷൻ എ അറിയാമെങ്കിൽ നമുക്ക് എക്സ്പെക്ടേഷൻ എ സ്ക്വയർ കണ്ടുപിടിക്കാം. ഫോർമുല വേരിയൻസ് ഓഫ് എ കാണുന്ന ഫോർമുല എക്സ്പെക്ടേഷൻ എ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ എ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ എ സ്ക്വയർ മൈനസ് സിഗ്മ സ്ക്വയർ ആണ്. സിമിലർലി എക്സ്പെക്ടേഷൻ ബി സ്ക്വയർ സിഗ്മ സ്ക്വയർ ആണ്. ഇനി നമുക്ക് ഒന്നാമത്തെ കേസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി എന്താണ്? എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ. അപ്പോൾ എക്സ് ഓഫ് ടിയുടെ സ്ഥാനത്ത് ഇത് കൊടുത്തു എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി കൊടുത്തു. ഇവിടെ എയും ബിയും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ ഇതിനെ എഴുതാം എക്സ്പെക്ടേഷൻ ഓഫ് എ കോസ് ഒമേഗ ടി പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് ബി സൈൻ ഒമേഗ ടി. എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുപിടിക്കേണ്ടത് 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് ബി എന്താണ്? 0 ആണ്. 0 ഇൻറ്റു സൈൻ ഒമേഗ ടി. അപ്പോൾ ആൻസർ നമുക്ക് എന്താ കിട്ടണേ? 0. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കേസ് പ്രൂവ് ചെയ്തു. therefore expectation of x of t is a constant. വൈഡ് സ്റ്റേഷനറി ആവാനുള്ള ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. എക്സ്പെക്ടേഷൻ ഓഫ് x of t is a constant. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെക്ടേഷൻ x of t എന്നുള്ളത് a x of t = a cos omega t plus b sin omega t കൊടുത്തു. ഇവിടെ നമ്മൾ ഇവിടെ എക്സ്പെക്ടേഷൻ a cos omega t എന്ന് കൊടുത്തു. എക്സ്പെക്ടേഷൻ ബി സൈൻ ഒമേഗ ടി എന്ന് കൊടുത്തു. എയും ബി ആണ് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ്. എക്സ്പെക്ടേഷൻ എ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട് 0. എക്സ്പെക്ടേഷൻ ബി 0 ആണ്. therefore ആൻസർ 0 കിട്ടും. therefore എക്സ്പെക്ടേഷൻ ഓഫ് x of t is a constant. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിൽ ചെയ്യേണ്ടത് Rx T1 T2 ഓട്ടോ കോറിലേഷൻ കണ്ടുപിടിക്കണം. Rx T1 T2 Rx T1 T2 കാണാനുള്ള ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് x of T1 into x of T2. ഇതാണ് ഫോർമുല. എക്സ്പെക്ടേഷൻ x of T1 into x of T2. that is expectation of x of T1 എന്ന് പറഞ്ഞാൽ എന്താണ്? a cos omega T1 t ക്ക് T1 കൊടുക്കുക പ്ലസ് b sin omega T2 into x T2 എന്താണ്? a cos omega T2 പ്ലസ് b sin omega T2. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ്പെക്ടേഷൻ ഇവിടെ a സ്ക്വയർ cos omega T1
കോസ് ഒമേഗ t2 പ്ലസ് അടുത്ത ഗുണിക്കുമ്പോൾ എ ബി കോസ് ഒമേഗ t1 സൈൻ ഒമേഗ t2 then b a b sin omega t2 cos omega t2 plus b square into sin omega t2 sin omega ഇവിടെ t1 ആണ് t1 into t2 omega t2 അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്ടേഷൻ x of t1 എന്ന് പറയുന്നത് a cos omega t1 b sin omega t1 കൊടുത്തു x of t2 എന്ന് പറയുന്നത് a cos omega t2 b sin omega t2 കൊടുത്തു കാരണം x of t തന്നിരിക്കുന്നത് a cos omega t plus b sin omega t ആണ് t ക്ക് വരെ t1 ഉം t2 കൊടുത്തപ്പോൾ ഈ രണ്ട് കാര്യം കിട്ടി എന്നിട്ട് ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ നമ്മൾക്ക് എക്സ്പാൻഡിങ് ചെയ്യുന്ന കിട്ടും എക്സ്പെക്ടേഷൻ ഓഫ് a സ്ക്വയർ cos omega t1 cos omega t2 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് ab എക്സ്പെക്ടേഷൻ ഓഫ് എ ബി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എക്സ്പെക്ടേഷൻ എ ബി എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ബി 0 ആണ് അപ്പോൾ രണ്ടാമത്തെ പാർട്ട് എക്സ്പെക്ടേഷൻ ഓഫ് എ ബി cos omega t1 sin omega t2 plus expectation of ab sin omega t2 cos omega t2 രണ്ടാമത്തെ കേസിൽ a square ab b sin ഇവിടെ omega t1 b into sin ab sin omega t1 into cos omega t2 cos omega t2 രണ്ടാമത്തെ കേസിൽ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് ab sin omega t1 into cos omega t2 പ്ലസ് ഇവിടെ നമുക്ക് b സ്ക്വയർ എക്സ്പെക്ടേഷൻ ഓഫ് b സ്ക്വയർ sin omega t1 sin omega t2 ഇനി എക്സ്പെക്ടേഷൻ ഓഫ് a സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്താണ് സിഗ്മ സ്ക്വയർ ആണ് സിഗ്മ സ്ക്വയർ cos omega t1 cos omega t2 എക്സ്പെക്ടേഷൻ ഓഫ് ab 0 ആണ് അപ്പോൾ ആ 0 ആയി പോയി രണ്ടാമത്തെ 0 ആയി പോയി എക്സ്പെക്ടേഷൻ ഓഫ് b സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സിഗ്മ സ്ക്വയർ ആണ് അപ്പോൾ sin omega t1 sin omega t2 ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സ്റ്റേജില് ഈ രണ്ട് ടേമിൽ നിന്നും സിഗ്മ സ്ക്വയർ പുറത്തെടുക്കാം അപ്പൊ cos omega t1 cos omega t2 plus sin omega t1 sin omega t2 that is sigma square into cos a cos b plus sin a sin b എന്ന് പറഞ്ഞാൽ എന്താണ് cos a minus b ആണ് cos t1 minus t2 നോക്കിയേ this is f of t1 minus t2 അപ്പോൾ autocorrelation containing time difference t1 minus t2 or t2 minus t1 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി cos omega t1 cos omega t2 plus sin omega t1 sin omega t2 എന്ന് പറഞ്ഞാൽ cos a cos b plus sin a sin b ആണ് ആ ഫോർമുല വെച്ച് cos a minus b അപ്പോൾ autocorrelation നമുക്ക് എന്ത് കിട്ടി ടൈം ഡിഫറൻസ് കിട്ടി അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി ഒന്നാമത്തെ എക്സ്പെക്ടേഷൻ therefore since expectation of x of t is a constant and autocorrelation rxx t1 t2 എന്ന് പറഞ്ഞാൽ that is equal to f of t1 minus t2 therefore x of t is wide sense stationary നമ്മുടെ ആൻസർ ആയി ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന x of t എന്നുള്ളത് a cos omega t plus b sin omega t ആണ് ഇവിടെ a b ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ ആണ് അതിൽ 0 മീൻ ആൻഡ് ഈക്വൽ വേരിയൻസ് ആണ് അപ്പോൾ നമ്മൾ ഇതിന്റെ മീനും വേരിയൻസും ഒക്കെ കണ്ടുപിടിക്കുക അതിനുശേഷം നമ്മൾ ആദ്യം എക്സ്പെക്ടേഷൻ x of t കണ്ടുപിടിക്കുക രണ്ടാമത് നമ്മൾ വേരിയൻസ് ഓഫ് autocorrelation rx x t1 t2 കണ്ടുപിടിക്കുക rx x t1 കണ്ടുപിടിക്കാനായിട്ട് എക്സ്പെക്ടേഷൻ x of t1 into x of t2 അത് നമ്മൾ x of t1 ഉം x of t2 കണ്ടുപിടിക്കാനായിട്ട് ഈ t ക്ക് വരെ t1 t2 കൊടുത്താൽ മതി അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ a cos omega t1 b sin omega t1 a cos omega t2 b sin omega t2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ a square cos omega t1 cos omega t2 then a കൊണ്ട് ഇവിടെ ഗുണിച്ച് ചെയ്യുമ്പോൾ ab cos omega t1 sin omega t2 b കൊണ്ട് ഗുണിച്ച് ചെയ്യുമ്പോൾ ab sin omega t1 cos omega t2 b കൊണ്ട് ഗുണിച്ച് b square sin omega t1 sin omega t2 അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ
bracket open JB expectation of A square cos omega t1 cos omega t2, expectation of AB cos omega t1 sin omega t2, expectation of AB sin omega t1 cos omega t2 plus expectation of B square sin omega t1 sin omega t2. അപ്പോൾ ഇതിലെ ഈ എക്സ്പെക്ടേഷൻ എ ബി എന്ന് പറയുന്നതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ്പെക്ടേഷൻ ബി ആണ്. അത് 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പാർട്ട് 0. ബാക്കി എക്സ്പെക്ടേഷൻ എ സ്ക്വയർ നമുക്ക് സിഗ്മ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിഗ്മ സ്ക്വയർ കോസ് ഒമേഗ ടി1 കോസ് ഒമേഗ ടി2 പ്ലസ് സിഗ്മ സ്ക്വയർ സൈൻ ഒമേഗ ടി1 സൈൻ ഒമേഗ ടി2. അതിലെ സിഗ്മ സ്ക്വയർ നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ കോസ് ഒമേഗ ടി1 മൈനസ് ടി2. അപ്പോൾ എഫ് ഓഫ് ടി1 മൈനസ് ടി2. therefore auto correlation containing time difference, that is f of t1 minus t2. Therefore given x of t is wide and stationary or WSS. Okay, note ചെയ്തിട്ടുള്ളൂ.